ഇതിലേതാ പ്രിന്റ് ചെയ്യണ്ടേ? ഇത് ശരി. ഞാൻ വിചാരിച്ചു എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യണമെന്നാ. ഇന്നലെ എത്ര നേരം അവിടെ വന്ന് കാത്തിരുന്നോ? അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കാണാമെന്ന് വെച്ചത്. സന്തോഷം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ്. കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും. എനിക്കതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വേണ്ട, വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റാണ് മാനസ. ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസ അറിയാതെ കടന്നു പോവില്ല. തിരക്കിട്ട പണിയില്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വരും. വളച്ചു കെട്ടാതെ കാര്യം പറയാം. എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ, ജനാർദ്ദനൻ. കുറച്ചുനാൾ മുമ്പ് അയാൾ മരിച്ചുപോയി. ഞാനിപ്പോൾ ജയിലിലായിരുന്നു. ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നു. പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജനുവിനെ ആരോ കൊന്നതാണ്. പോലീസ് അന്വേഷണം ഉണ്ടായില്ലേ? ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിടുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ്. കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവ് ഉയർത്തിയിട്ടില്ല. വലിയ കൈകളാവണം പുറകിൽ. അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു. ആ പത്രവും തപ്പിയെടുക്കാൻ മാനസിക് എന്നെ സഹായിക്കാമോ? ജനാർദ്ദനൻ അല്ലേ? അതെ. പത്രം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൾപെരുമാറ്റമുള്ള ലക്ഷണമില്ല. നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം. ഹലോ, ആ പത്രത്തിന്റെ ആളുകൾ ഇപ്പൊ എവിടെയാ? സക്രിയ സാറല്ലേ? ആ, അങ്ങേര് പ്രസ്സും പത്രമൊക്കെ നിർത്തി പോയല്ലോ. മുമ്പ് ഇവിടെ അടുത്തായിരുന്നു, ഇപ്പൊ കുറച്ച് ദൂരെയാ താമസം. സ്ഥലം ഒന്ന് പറഞ്ഞുതരാം. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു ചേരുന്നു. ഈ ലായനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ തുള്ളിയെടുത്ത് രുചിച്ചു നോക്കുക. ഏതു ഭാഗത്തു നിന്ന് രുചിച്ചു നോക്കിയാലും ഒരേ രുചി ഉള്ളതാണെന്ന് കാണാം. ഈ ലായനി ജോൺ സക്രിയ എവിടുന്നാ? പ്രസ്സിൽ പോയിരുന്നു. കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു. ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാനാ. എന്റെ പേര് നരേന്ദ്രൻ. ഇത് മാനസ ഒരു ജേർണലിസ്റ്റാ. അങ്ങേര് സുഖമില്ലാതെ കിടക്കുക. ബുദ്ധിമുട്ടിക്കില്ല, ഒരു 5 മിനിറ്റ് മതി. വരൂ. മോനാ കസേരയും എടുത്തോണ്ട് വാ. ഏതോ പത്രത്തിൽ നിന്നാ. എന്തു വേണം? എന്താ അസുഖം? നിങ്ങൾക്ക് എന്ത് വേണമെന്നാ ചോദിച്ചത്? ജ്വാലയില് ജനാർദ്ദൻ എന്നൊരാളുടെ മരണത്തെപ്പറ്റി ഒരു റിപ്പോർട്ട് വന്നിരുന്നല്ലോ കുറച്ചു മുമ്പ്. ജനു എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു കൊലപാതകമായിരുന്നു എന്നുള്ള വാർത്ത വന്നത് ജ്വാലയിൽ മാത്രമാണ്. എവിടെ നിന്നാ ന്യൂസ് കിട്ടിയത്? അങ്ങനെ ഒരു ന്യൂസ് എന്റെ പത്രത്തിൽ വന്നതായി എനിക്ക് ഓർമ്മയില്ല. വന്നു സർ, പത്രം എന്റെ കയ്യിലുണ്ട്. വേണ്ട, എനിക്കത് കാണണ്ട. ദയവ് ചെയ്ത് എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലിക്കരുത്. സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് വേറെ ഒരു ഉദ്ദേശവുമില്ല. സത്യം അറിയാൻ വേണ്ടി മാത്രമാണ്. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? ആ വാർത്ത ഇട്ടെന്റെ പേരില്ല ഇപ്പൊ ഈ കിടക്കുന്നത്. പ്രസ് തല്ലി പൊളിച്ചു. ഈ മനുഷ്യനെ എണീക്കാൻ വയ്യണ്ടാക്കി. ഞങ്ങളുടെ മോനെ ഓർത്തിട്ട ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്. മേരി,
ആരാ ഇതൊക്കെ ചെയ്തത്? നിങ്ങളുടെ കൂട്ടുകാരനെ ആരാ കൊന്നത്? അവരൊക്കെ തന്നെ. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും എന്തു ആവാമല്ലോ. ഭയപ്പെടണ്ട, ഞാൻ അറിയുന്നതുകൊണ്ട് ഒരു അപകടവും വരില്ല. ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? ജനാർദ്ദനെ കൊന്നത് ഞങ്ങളാണ്. അവനെ മാത്രമല്ല, ഞങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്നവൻ ആരായാലും അനുഭവം അതായിരിക്കും. പക്ഷെ തന്റെ പത്രത്തിൽ കൂടുള്ള പബ്ലിസിറ്റി ഞങ്ങൾക്ക് വേണ്ട. അയ്യോ 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 മാസത്തോളം വെല്ലൂരിലെ ആശുപത്രിയിലായിരുന്നു. ചികിത്സയ്ക്ക് മാത്രമല്ല, ഭക്ഷണത്തിന് കൂടി വഴിയില്ലാതായപ്പോ തിരിച്ചു പോന്നു. എവളിപ്പോ റബ്ബർ തോട്ടത്തിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ മരിക്കാതെ കിടക്കുന്നത്. പിന്നെ വരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചികിത്സയ്ക്കും മരുന്നിനും ഒക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിൽ എഴുതിയാല് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ശരിക്കും വഴിമുട്ടിപ്പോയി. അതുകൊണ്ടാ. ഗുഡ് ഈവനിങ്. മിസ്റ്റർ നമ്പ്യാർ. യെസ്. മിസ്റ്റർ ജലീൽ. മിസ്റ്റർ സ്റ്റാൻലി. നിങ്ങളെ 3 പേരെയും എനിക്കറിയാം. എന്റെ പേര് ബെൻ നരേന്ദ്രൻ. കാറുകളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. സഞ്ചരിക്കാൻ ഒരുപാട് ദൂരമുണ്ട്. സമയമാണെങ്കിൽ വളരെ കുറവും. കാണാം.